ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞ് അതങ്ങ് നടപ്പാകാൻ പോവുകയാണോ എന്ന് നമ്മളും ചോദിച്ചു തുടങ്ങിയല്ലേ. അടുത്തോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 269 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചു. ബില്ലിനെ ശക്തമായി എതിർത്ത് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ രംഗത്തെത്തി. ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും പറഞ്ഞു. നമുക്ക് ഈ വോട്ടെടുപ്പിൽ എങ്ങനെയായിരുന്നു ഇന്നത്തെ അംഗബലം എന്നത് ഒന്ന് നോക്കാം. വോട്ടെടുപ്പിന്റെ ടാലി ഇതാ വന്നു കഴിഞ്ഞു. വൺ നേഷൻ വൺ ഇലക്ഷൻ അനുകൂലിച്ചത് 269 പേരാണ്. 198 പേർ എതിർക്കുകയും ചെയ്തു. ഈ ബില്ലിൽ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് നോക്കാം നമുക്ക്. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അക്കാര്യമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയെ അറിയിച്ചിരിക്കുന്നത്. ഇനി എന്താണ് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തിനെതിരായ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിരോധം തുടങ്ങിവെച്ചത് മനീഷ് തിവാരിയാണ്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മനീഷ് തിവാരി പറഞ്ഞത് ഇത് ഒരു തരത്തിൽ കടന്നാക്രമിക്കുന്ന സമീപനം എന്നാണ് മനീഷ് തിവാരി ഇന്ന് സഭയിൽ പറഞ്ഞത്. ഏകാധിപത്യത്തിനുള്ള നീക്കം എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ പ്രതികരണം നമ്മൾ കണ്ടത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് SP പറയുന്നു. സർക്കാരിനൊപ്പം നിന്ന TDPയുടെ സ്റ്റാൻഡ് എന്താണെന്നറിയാൻ നമ്മൾ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. TDP പറയുന്നത് വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തെ ദൃഢമാക്കുന്ന തീരുമാനമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യ വേഴ്സസ് NDA ഇപ്പോൾ പാർലമെന്റിലുള്ള ബലാബലം പോലെ തന്നെ ആയിരിക്കുമോ വോട്ടെടുപ്പിൽ വരുന്ന സംഖ്യ നൽകുന്ന സൂചന എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്ക്